ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യ തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കല്യാണിയെ അറിയിക്കുകയാണ്. അങ്ങനെ കല്യാണിയോട് പറയുമ്പോൾ കല്യാണിക്ക് ശരണ്യയോട് സഹതാപം തോന്നുകയാണ്. എന്തായാലും അവനെ നീ വെറുതെ വിടരുത്, എന്റെ സഹോദരനെ നീ ശരിക്ക് പണി കൊടുക്കണം, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാനും എന്റെ കിരണേട്ടനും ഉണ്ടാകും കൂടെ എന്ന് കല്യാണി വാക്കു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണെങ്കിലേ ശരണ്യ വിക്രത്തിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കണം, അവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവനുമായി ഒരു ദിവസം വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ആ സമയത്ത് അവനെ പ്രകോപിപ്പിക്കുകയും അവൻ പറയുന്നുണ്ട്, അതെടി ഞാൻ പ്രകാശിന്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയും ചെയ്യുകയാണ്. ആ സമയത്ത് അവൾ കരാട്ടെ അടവുകളൊക്കെ പഠിച്ചിട്ടുള്ളവളായതുകൊണ്ട് അവനെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. എടുത്ത് ബോൾ തട്ടുന്ന പോലെ ശരിക്കും ചുമരിനോട് ചേർന്ന് എറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ആകെ പേടിച്ചു പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ എന്താണ് ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം, ഇവൾ ആരാണ് എന്നുള്ള സത്യം അറിയാൻ നമ്മുടെ വിക്രം തീരുമാനിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ഒരു സത്യം മനസ്സിലാകുന്നത്. ഇവളുടെ ആദ്യ ഭർത്താവിനെ താൻ കുത്തി പരിക്കേൽപ്പിച്ചതാണ്. ആ മോഷണത്തിനിടയിൽ ഇവളുടെ ഭർത്താവിനെയാണ് പരിക്കേൽപ്പിച്ചതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സത്യങ്ങളും വിക്രം തിരിച്ചറിയുകയാണ്. അങ്ങനെ വിക്രം ശരണ്യ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് വിക്രത്തിനോടായിട്ട്. നീ കാരണമാണ് എൻ്റെ ജീവിതം ഇല്ലാതായത്, അതുകൊണ്ട് തന്നെ നിന്നെയും നിന്റെ അമ്മൂമ്മയെയും നിന്നെ വളർത്തിയ നിന്റെ അച്ഛനെയും ഞാൻ അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്കുള്ള പണി തന്നിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വിക്രത്തിനാവുന്നില്ല. തന്നെയല്ല, ഇപ്പോൾ ശരണ്യയുടെ കൂടെ കല്യാണിയും കിരണും ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അവൻ ആകെ പെട്ടുപോവുകയാണ്. അങ്ങനെ ശരിക്കും പാഠം പഠിപ്പിക്കുന്നുണ്ട് ശരണ്യ വിക്രത്തിനെയും പ്രകാശനെയും അമ്മൂമ്മയെയും. പ്രകാശനും അമ്മൂമ്മയും വിക്രം ചെയ്ത ഈ കാര്യം കൂടി അറിയുമ്പോൾ പ്രകാശനും അമ്മൂമ്മയും വിക്രത്തിനെ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രത്തിനെ ശരണ്യയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആർക്കും ആകുന്നില്ല. കാരണം അങ്ങനെ രക്ഷപ്പെട്ടാൽ തന്നെ അവൻ പിന്നീട് പോകുന്നത് ജയിലിലേക്കായിരിക്കും. അവൾ സാക്ഷി മാറ്റി പറയും, അതുപോലെ തന്നെ ചെയ്ത മറ്റുള്ള കാര്യങ്ങളെല്ലാതും അവൾ പറയും. അപ്പൊ അതിലും നല്ലത് ഇവളെ കൂടെ കഴിയുന്ന തന്നെയാണെന്ന് വിക്രം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഒരു അടിമയായി തന്നെ വിക്രം മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്